അൽ ഗിദാഉ ഹഖ്ഖുൻ ലിൽ ജമീഇ, ഭക്ഷണം എല്ലാവരുടെയും അവകാശമാണ്. 8ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠം. ലോകം പുരോഗമിച്ച് നിൽക്കുന്ന ഈ കാലഘട്ടത്തിലും പട്ടിണിയിൽ കഴിയുന്ന ധാരാളം രാജ്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ആഫ്രിക്കൻ വൻകരയിലെ പല രാജ്യങ്ങളിലും ഒരുപാട് പേർ പട്ടിണിയിലാണിന്ന് ജീവിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലും ഒരുപാട് പ്രദേശങ്ങളിൽ നേരാവണ്ണം ഭക്ഷണം കിട്ടാതെ ആളുകൾ ജീവിക്കുന്നുണ്ട്. ഇന്ന് ഈ പാഠത്തിൽ ആഫ്രിക്കൻ രാജ്യമായ സൊമാലിയയിലെ കാര്യങ്ങളാണ് പറയുന്നത്. ഒരു വ്ളോഗർ സൊമാലിയയിൽ പോയി അവിടെയുള്ള അവസ്ഥകളൊക്കെ നമുക്ക് വിവരിച്ചു തരികയാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ കൂടെ. നമുക്ക് നോക്കാം. സൊമാലിയ നമുക്കറിയാം, ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണ് സൊമാലിയ. പട്ടിണിയും പരിവട്ടവുമുള്ള, തീരെ വികസനം എത്തിയിട്ടില്ലാത്ത രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണ്. മസാ ഉൽ ഖൈർ, ഗുഡ് ഈവനിങ്. അഹ്ലൻ വസഹ്ലൻ ബിക്കും ജമീഅൻ ഫി ഹൽഖത്തിൻ ജദീദത്തിൻ മിൻ ഖനാത്തി അർരിഹ്ല ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഖനാത്ത് ചാനൽ. അല്യവും, ഇന്ന് നഹ്നു ഫി സൊമാൽ, നമ്മൾ സൊമാലിയയിലാണ് ഉള്ളത്. അൽ ആൻ അഖിഫു അമാമ മത്താരി ബുസാസു അദ്ദുവലി, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബുസാസു എയർപോർട്ടിൻ്റെ മുമ്പിലാണ്. ബുസാസു ഇൻ്റർനാഷണൽ എയർപോർട്ട്, അദ്ദുവലി മീൻസ് ഇൻ്റർനാഷണൽ. ബുസാസു എന്നത് സൊമാലിയയിലെ ഒരു പട്ടണമാണ്. അവിടെയുള്ള ഇൻ്റർനാഷണൽ എയർപോർട്ടിന് മുമ്പിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. വ മഅന മുർഷിദുന അസൈദ് ഡേവിഡ്, നമ്മുടെ കൂടെ നമ്മുടെ ഗൈഡായ മിസ്റ്റർ ഡേവിഡ് ഉണ്ട്. നമ്മൾ ടൂറ് പോയാൽ അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി ടൂറിസ്റ്റ് ഗൈഡ് ഉണ്ടാകും. ഇദ്ദേഹത്തിൻ്റെ ഗൈഡ് ഡേവിഡാണ്. ഹയ്യ നറുഹ് ഇല മനാലിരി സൊമാലിൽ ഖല്ലാബ, വരൂ നമുക്ക് സൊമാലിയയിലെ ആകർഷകമായ കാഴ്ചകൾ കാണാം. ഹയ്യ നറുഹ്, വരൂ നമുക്ക് പോകാം. എങ്ങോട്ടേക്ക്? ഇല മനാലിരി സൊമാൽ, സൊമാലിയയിലെ കാഴ്ചകളിലേക്ക്. അൽ ഖല്ലാബ, ആകർഷകമായ. അൽ ഹീൻ, ഇപ്പോൾ. നഹ്നു ഫി ലഫത്തി നെഹ്രി ജൂബ, ഇപ്പോൾ നമ്മൾ ജൂബ നദിയുടെ തീരത്താണുള്ളത്. നഹ്നു ഫി ലഫത്തി, കരയിലാണ്, തീരത്താണ്. നെഹ്രി ജൂബ, ജൂബ നദിയുടെ. ഹാദിഹി മിൻതഖത്തുൻ ജദാബത്തുൻ, ഇത് വളരെ ആകർഷകമായ ഒരു പ്രദേശമാണ്. മിൻതഖ, പ്രദേശം. വ ത്വബീഅത്തുഹ ജമീലത്തുൻ, ഇവിടെയുള്ള പ്രകൃതി മനോഹരമാണ്. വ മിയാഹുഹ സ്വാഫിയത്തുൻ, ഇവിടുത്തെ വെള്ളം തെളിഞ്ഞതാണ്. വ അർലുഹ ഹസിബത്തുൻ, ഇവിടെയുള്ള ഭൂമി ഫലഭൂയിഷ്ടമാണ്. സസ്യങ്ങളൊക്കെ തഴച്ച് വളരാൻ പാകത്തിലുള്ള ഭൂമിയാണ്. മുഅലമു സുക്കാനിഹ യഅതമിദൂന അലാ സ്വൈദിൽ അസ്മാക്കിലിൽ മഈശത്തി, ഭൂരിഭാഗം താമസക്കാരും നാട്ടുകാരും മത്സ്യബന്ധനമാണ് ജീവിതമാർഗമായി അവലംബിക്കുന്നത്. മുഅലമു സുക്കാനിഹ, അവിടെയുള്ള ഭൂരിഭാഗം, മുഅലമു മീൻസ് ഭൂരിഭാഗം, ഭൂരിഭാഗം താമസക്കാരും യഅതമിദൂന, അവലംബിക്കുന്നു, അലാ സ്വൈദിൽ അസ്മാക്കി, മത്സ്യബന്ധനത്തിൻ്റെ മേൽ അവലംബിക്കുന്നു. ലിൽ മഈശത്തി, ഉപജീവനത്തിന് വേണ്ടി മത്സ്യബന്ധനത്തെയാണ് അവർ കൂടുതൽ പേരും ആശ്രയിക്കുന്നത്. അപ്പോൾ സൊമാലിയയിലെ ഒരു ഗ്രാമത്തിനെ നമുക്ക് ഇദ്ദേഹം കാണിച്ചു തന്നു. കാദത്തി ശംസു തഗീബു, സൂര്യൻ അസ്തമിക്കാറായിരിക്കുന്നു. നെൽത്തഖി ബുക്രത്തൻ ഫി ബുക്രത്തിൻ നുഹ്റ, നാളെ നമുക്ക് മറ്റൊരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടാം. നെൽത്തഖി, നമുക്ക് കാണാം. ബുക്രത്തൻ, രാവിലെ, നാളെ രാവിലെ. ഫി ബുക്കാത്ത് നുഹ്റ, മറ്റൊരു പ്രദേശത്ത്. ബുക്കാത്ത്, മിൻതഖത്ത് എന്നൊക്കെ പറഞ്ഞാൽ പ്രദേശം. മഅസ്സലാമ, ഗുഡ് ബൈ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിച്ചു. ഇനി നുലാഹിദു സൂറത്ത വനുഇദ്ദു തഖ്രീറൻ, ഈ ചിത്രം നോക്കി നമുക്കൊരു റിപ്പോർട്ട് തയ്യാറാക്കാം. അതായത് ഈ ചിത്രത്തിൽ കാണുന്ന കാഴ്ചകളെക്കുറിച്ച് നമുക്കൊരു പാരഗ്രാഫ് എഴുതാം. അതിൻ്റെ തുടക്കം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സബാഹുൽ ഖൈർ, ഗുഡ് മോർണിംഗ്. അഹ്ലൻ വസഹ്ലൻ ബിക്കും, നിങ്ങൾക്ക് സ്വാഗതം. അൽ ആൻ, ഇപ്പോൾ. അഖിഫു, ഞാൻ നിൽക്കുന്നു. അതായത് വീഡിയോ എടുക്കുന്നയാൾ, വ്ളോഗർ പറയുകയാണ് അല്ലേ. ആ പറയുന്ന കാര്യമാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. എന്തിനെക്കുറിച്ച് പറയുന്ന കാര്യമാണ്? ഈ ചിത്രത്തിനെക്കുറിച്ച്. ഈ ചിത്രം എന്താണ്? ഒരു ഗ്രാമത്തിൻ്റെ ചിത്രമാണ്. ഈ ഗ്രാമത്തിലെ കാഴ്ചകളെക്കുറിച്ച് ഒരു മുദവ്വിൻ, ഒരു വ്ളോഗർ, ഒരു വീഡിയോ ചെയ്യുന്നയാൾ എന്തൊക്കെ പറയും, അതൊക്കെയാണ് നമ്മൾ പറയേണ്ടത്. ഇതിലെന്തൊക്കെയാണുള്ളത്? ഇതൊരു ഗ്രാമത്തിൻ്റെ, മനോഹരമായ ഗ്രാമത്തിൻ്റെ ചിത്രമാണ്. കുറേ ചെറിയ ചെറിയ വീടുകളുണ്ട്,
പുഴ ഒഴുകുന്നുണ്ട്, അങ്ങ് ദൂരെ മലകളുണ്ട്. നല്ല മനോഹരമായൊരു കാഴ്ചയാണ് ഇവിടെയുള്ളത്. അതെങ്ങനെ പറയാമെന്ന് നോക്കാം. സബാഹുൽ ഖൈർ, അഹ്ലൻ വസഹലൻ ബിക്കും. അൽ ആൻ അഖിഫു ഫി ഖറിയത്തിൻ ജമീലത്തിൻ. ഇപ്പോൾ ഞാൻ മനോഹരമായൊരു ഗ്രാമത്തിലാണ് നിൽക്കുന്നത്. ഫി ഹാദിഹിൽ ഖറിയത്തി ബുയൂത്തുൻ സഗീറത്തുൻ ജമീലത്തുൻ. ഈ ഗ്രാമത്തിൽ ചെറിയ മനോഹരമായ വീടുകളുണ്ട്. ഫി ഹാദിഹിൽ ഖറിയത്തി, ഈ ഗ്രാമത്തിൽ ബുയൂത്തുൻ വീടുകളുണ്ട്, സഗീറത്തുൻ ജമീലത്തുൻ മനോഹരമായ ചെറിയ വീടുകൾ. ബഅലുഹ മിനൽ ഖശബി, ചിലത് പുല്ലുകൊണ്ടാണ്. ചില വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് പുല്ലിനാലാണ്. വബഅലുഹ മിന ത്വീൻ, മറ്റു ചിലത് മണ്ണിനാലാണ്. ത്വീൻ കളിമണ്ണ്. യമുറു നെഹ്റുൻ സഗീറുൻ വസ്തൽ ഖറിയത്തി, ഗ്രാമത്തിൻ്റെ മധ്യത്തിൽ കൂടെ ചെറിയൊരു പുഴ ഒഴുകുന്നുണ്ട്. മറ യമുറു, ഒഴുകുന്നു, നടക്കുന്നു, സഞ്ചരിക്കുന്നു, ഒഴുകുന്നു, അതിനൊക്കെ മറ എന്ന് പറയും. നെഹ്റുൻ സഗീറുൻ, ചെറിയൊരു പുഴ. വസത്തൽ ഖറിയ, ഗ്രാമത്തിൻ്റെ നടുവിൽ കൂടെ. അൽ ഔലാദ് യൽഅബൂന ബി ഫറഹിൻ വ സുറൂരിൻ, കുട്ടികൾ സന്തോഷത്തോടെ കളിക്കുന്നുണ്ട്. അൽ ഔലാദ് യൽഅബൂന, കുട്ടികൾ കളിക്കുന്നു. ബി ഫറഹിൻ വ സുറൂരിൻ, സന്തോഷത്തോടെ. വ ബഅലുഹും യദ്ഹബൂന ഇലൽ മദ്രസ, ചിലർ സ്കൂളിലേക്ക് പോവുകയാണ്. വ ബഅലുഹും, അവരിൽ ചിലർ. യദ്ഹബൂന, പോകുന്നു. ഇലൽ മദ്രസ, സ്കൂളിലേക്ക്. അൽ അഷ്ജാറുൽ ഖളറാഉ, പച്ച മരങ്ങൾ. തംല ഉൽ മക്കാന, ആ സ്ഥലത്തെ നിറക്കുന്നു. അതായത് നിറയെ പച്ചമരങ്ങൾ അവിടെയുണ്ട്. വൽ ജിബാലു തൽഹറു ബഈദൻ ഫിൽ ഉഫുഖി, അങ്ങ് ദൂരെ ചക്രവാളത്തിൽ മലകൾ കാണാം. അൽ ഹയാത്തു ഫി ഹാദിഹിൽ ഖറിയത്തി ഹാദിഅത്തുൻ വ ബസീതത്തുൻ, ഈ ഗ്രാമത്തിലെ ജീവിതം ശാന്തവും സിമ്പിളുമാണ്. ഹാദിഅത്ത് ശാന്തമായത്, ബസീതത്ത് ലളിതമായത്, സിമ്പിൾ. വന്നാസു യഈശൂന സുഅദാ, ജനങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. നെൽതഖി ഫി ഹൽക്കത്തിൻ ജദീദത്തിൻ മഅസ്സലാമ, നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. മഅസ്സലാമ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. അതിൻ്റെ അവസാന ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ മാറ്റം വരുത്തിക്കൊണ്ടും എഴുതാവുന്നതാണ്. ഓക്കെ, അടുത്ത ദിവസം നമ്മുടെ വ്ളോഗർ മറ്റൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. എന്താണ് പറയുന്നത് എന്ന് നോക്കാം. നെഹ്നു ഫിൽ യോമി സാനി ഫി സൊമാൽ, സൊമാലിയയിലെ 2ാം ദിവസത്തിലാണ് നമ്മളിന്ന്. നെഹ്നു ഫി ത്വരീഖത്തിൻ ഇല ബാദിയത്തിൻ, നമ്മളൊരു ഗ്രാമത്തിലേക്കുള്ള വഴിയിലാണ് ഉള്ളത്. അതായത് ഒരു ഗ്രാമത്തിലേക്ക് പോവുകയാണ്. കൈ നഅരിഫ ആദാത്തി അഹ്ലിഹ വ തഖാലീദഹും, ആ ഗ്രാമക്കാരുടെ ശീലങ്ങളും അവരുടെ ആചാരങ്ങളുമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി. കൈ നഅരിഫ, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി. ആദാത്തി അഹ്ലിഹ, അഹ്ലിഹ മീൻസ് ആ നാട്ടുകാർ, ആ ഗ്രാമത്തിലുള്ളവരുടെ ആദാത്ത് ശീലങ്ങളും വ തഖാലീദഹും അവരുടെ ആചാരങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഗ്രാമത്തിലേക്ക് പോകുന്നത്. അങ്ങനെ ആ ഗ്രാമത്തിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ തുഷാഹിദൂന, നിങ്ങൾക്ക് കാണാം. വറാഇ, എൻ്റെ പിന്നിൽ. അക്വാഹൻ അദീദത്തൻ, ധാരാളം കുടിലുകൾ. കൂഹുൻ ജമ അക്വാഹ്, കുടിലുകൾ. അദീദ, ധാരാളം. വ അറാലിയ കാഹിലത്തൻ, അതേപോലെ തരിശ് ഭൂമികൾ. അറാലി കാഹില, കാഹില മീൻസ് തരിശ്, കൃഷിയൊന്നുമില്ലാത്ത തരിശ് ഭൂമികളും കുറേ കുടിലുകളും എൻ്റെ പിന്നിൽ നിങ്ങൾക്ക് കാണാം. നറ അത്ഫാലൻ, നമുക്കിവിടെ കുട്ടികളെ കാണാം. നഹീലത്തുൻ അജ്സാമുഹും, അവരുടെ ശരീരങ്ങളൊക്കെ മെലിഞ്ഞതാണ്. മെലിഞ്ഞ ശരീരമുള്ള കുട്ടികളെ കാണാം. നഹീല, മെലിഞ്ഞത്. വലൈഫത്തും ബുതൂനുഹും, അവരുടെ വയറുകളൊക്കെ ഒട്ടിയതാണ്. വയറുകളൊക്കെ ദുർബലമാണ്. മീൻസ് ഭക്ഷണം കഴിക്കാതെ, ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന് വയറൊട്ടിയ മെലിഞ്ഞ ശരീരങ്ങളോടെയുള്ള കുട്ടികളെ നമുക്കിവിടെ കാണാം. വഫി വുജൂഹിഹിം, അവരുടെ മുഖത്തുണ്ട്. അലാമത്തുൽ ഫഖ്രി വൽ മജാഅത്തി, വിശപ്പിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും അടയാളം. അലാമാത്ത്, അടയാളങ്ങൾ. അൽ ഫഖ്രി, ദാരിദ്ര്യത്തിൻ്റെ. വൽ മജാഅത്തി, വിശപ്പിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും അടയാളങ്ങൾ. ഫി വുജൂഹിഹിം, അവരുടെ മുഖത്ത് ഉണ്ട്. മഅനാ ഷെയ്ഖുൻ, നമ്മുടെ കൂടെ ഒരു ഷെയ്ഖുണ്ട്, ഒരു പ്രായമുള്ളയാളുണ്ട്. ഹുവ റഈസുൽ ബാദിയ, അദ്ദേഹം ഈ ഗ്രാമത്തലവനാണ്. റഈസുൽ ബാദിയ. ഹയ്യാന തഹദ്ദസു മഅഹു, നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. നർജു ഇന്തിബാഹക്കും ഇലാ കലാമിഹി, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്. കുന്നാ ഫി റഗദിൽ ഹയാത്തി മിൻ ഖബ്ലു, മുമ്പ് ഞങ്ങൾ സുഭിക്ഷമായ ജീവിതത്തിലായിരുന്നു, മുമ്പ് ഞങ്ങൾ സുഖ സൗകര്യത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. റഗദ് മീൻസ് സുഭിക്ഷമായ, സുഖമുള്ള, സൗകര്യമുള്ള.
ജീവിതം. ലാക്കിന്നൽ ഹുറൂബൽ അഹ്ലിയത്ത മസ്സഖത്ത് ബിലാദന, പക്ഷേ ആഭ്യന്തര യുദ്ധങ്ങൾ ഞങ്ങളുടെ രാജ്യത്തെ പിച്ചി ചീന്തിക്കളഞ്ഞു. ലാക്കിന്ന പക്ഷേ അൽ ഹുറൂബുൽ അഹ്ലിയത്തു, ആഭ്യന്തര യുദ്ധങ്ങൾ, ഹർബുൻ ജമ ഹുറൂബ് യുദ്ധങ്ങൾ, അൽ അഹ്ലിയ ആഭ്യന്തരമായ, ആഭ്യന്തര യുദ്ധങ്ങൾ മസ്സഖത്ത് ശിഥിലമാക്കി, പിച്ചി ചീന്തി, ബിലാദന ഞങ്ങളുടെ രാജ്യത്തെ. എന്താണ് ആഭ്യന്തര യുദ്ധങ്ങൾ? ഒരു രാജ്യത്തിനകത്ത് നടക്കുന്ന യുദ്ധങ്ങളാണ് ആഭ്യന്തര യുദ്ധങ്ങൾ. രാജ്യത്തിനകത്തെ പല ഗ്രൂപ്പുകൾ തമ്മിൽ യുദ്ധം ചെയ്യുക, അങ്ങനെയുള്ള യുദ്ധങ്ങളാണ് ഞങ്ങളുടെ നാടിനെ ഈ രൂപത്തിലാക്കിയത്. ഹാലിയൻ ഇപ്പോൾ അക്സർ സുക്കാനിഹ ഫുഖറാഉ, കൂടുതൽ താമസക്കാരും ദരിദ്രരാണ്. യുക്കാസൂന മിൻ ഖില്ലത്തി ത്വആമി വശറാബി, വെള്ളത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ദൗർലഭ്യത്താൽ അവർ പ്രയാസപ്പെടുന്നു. യുക്കാസൂന അവർ പ്രയാസപ്പെടുന്നു, ഈ ഞങ്ങളുടെ നാട്ടുകാർ ഞങ്ങളൊക്കെ പ്രയാസപ്പെടുന്നു. മിൻ ഖില്ലത്തി ത്വആമി, ഭക്ഷണമില്ലാത്തതുകൊണ്ട്, വശറാബി, ഭക്ഷണപാനീയങ്ങളുടെ ലഭ്യതക്കുറവ് കാരണം ഞങ്ങൾ പ്രയാസപ്പെടുകയാണ്. വയഹ്താജുന, അവർക്ക് ആവശ്യമാണ്, അതായത് നാട്ടുകാർക്ക് ആവശ്യമാണ്, ഇലാ ലവാസിമിൽ ഹയാത്തി, ജീവിതത്തിലെ ആവശ്യമായ കാര്യങ്ങളൊക്കെ, പാർപ്പിടവും വസ്ത്രവും ഭക്ഷണവും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ആവശ്യമാണ്, ഒന്നും അവിടെയില്ല. അയ്യുഹൽ മുഷാഹിദുൻ അൽ കിറാം, ഇദ്ദേഹം പറയുകയാണ്, വ്ളോഗർ പറയുകയാണ്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഹാന വക്തുൽ വദാ, പിരിയാൻ സമയമായിരിക്കുന്നു. ഫൽ നുസ്ഇദ് ഹഉലാഇൽ അസ്തുഫാല, ഈ കുട്ടികളെ നമുക്ക് സന്തോഷിപ്പിക്കാം. ഫൽ നുസ്ഇദ്, നമുക്ക് സന്തോഷിപ്പിക്കാം. ഹഉലാഇൽ അസ്തുഫാല, ഈ കുട്ടികളെ, ബിൽ അത്ഇമത്തി വൽ ഹദായ, ഭക്ഷണങ്ങൾ കൊണ്ടും സമ്മാനങ്ങൾ കൊണ്ടും. നമുക്കിവർക്ക് കുറച്ച് ഭക്ഷണങ്ങളും സമ്മാനങ്ങളും ഒക്കെ നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെയുള്ള കുട്ടികൾക്ക് സമ്മാനങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ കൊടുത്തു. വനൽതഖി ഫിൽ ഹൽഖത്തിൽ ഖാദിമ, അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. ശുക്രൻ, താങ്ക് യു, മഅസ്സലാമ, ഗുഡ് ബൈ. അങ്ങനെ ആ വീഡിയോ അവസാനിപ്പിച്ചു. ഇനി നതഖയ്യലുൽ ഹിവാറ ബൈനൽ മുദവ്വിനി, ഈ വ്ളോഗറും റഈസുൽ ബാദിയത്തി, റഈസുൽ ബാദിയത്തും തമ്മിലുള്ള ഹിവാർ, സംഭാഷണം, നതഖയ്യലു നമുക്ക് സങ്കല്പിക്കാം. ബി മുസാഅദത്തിൻ നിഖാത്തി താലിയ, താഴെയുള്ള പോയിന്റുകളുടെ സഹായത്തോടെ, ഈ പോയിന്റുകളുടെ സഹായത്തോടെ അവർ തമ്മിലുള്ള സംഭാഷണം നമുക്ക് എഴുതാം. പോയിന്റുകൾ എന്തൊക്കെയാണ്? സുക്കാനുൽ ബാദിയ, ഗ്രാമത്തിലെ ആളുകൾ. ദിറാസത്തുൽ അത്ഫാലി, കുട്ടികളുടെ പഠനം. തഖുസുൽ ബാദിയ, ഗ്രാമത്തിലെ കാലാവസ്ഥ. അസ്സിറാഅത്ത്, കൃഷി. മഈശത്തു അഹ്ലിൽ ബാദിയ, ഗ്രാമക്കാരുടെ ഉപജീവനം. മവാരിദുൽ മിയാഹ്, വെള്ള സ്രോതസ്സുകൾ. ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഭാഷണം തയ്യാറാക്കാം. അൽ മുദവ്വിൻ ആദ്യം പറയുന്നു, സബാഹുൽ ഖൈർ യാ റഈസ് അൽ ബാദിയ, അദ്ദേഹത്തിന് ഗുഡ് മോർണിംഗ് പറഞ്ഞു. പിന്നെ അന മുദവ്വിനുൻ, ഞാനൊരു വ്ളോഗറാണ്. ഇസ്മി ഷക്കീൽ, എൻ്റെ പേര് ഷക്കീൽ. അസൂറുൽ മനാത്തുക്കൽ മുഖ്തലിഫത്ത, വിവിധ പ്രദേശങ്ങളെ ഞാൻ സന്ദർശിക്കുന്നു. എന്തിനു വേണ്ടി? ലി ഇഅദാദി തഖരീരി അൻഹ, അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി. പല പ്രദേശങ്ങളും ഞാൻ സഞ്ചരിച്ച് കാണുകയാണ്, ആ പ്രദേശങ്ങളെക്കുറിച്ച് വീഡിയോ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി. അപ്പോൾ റഈസുൽ ബാദിയ, സബാഹുന്നൂർ, അഹ്ലൻ വസഹലൻ ഇലാ ഖറയത്തിന, സബാഹുന്നൂർ, ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് സ്വാഗതം. അൽ മുദവ്വിൻ, അവദ്ദു അൻ അതഅറഫ അലാ മഈശത്തി സുക്കാനിൽ ബാദിയത്തി വ അർജു അത്തഫാസിൽ അൻഹ. ഹർക്കത്തിടാതെയാണ് എഴുതിയിരിക്കുന്നത്, വായിക്കുന്നത് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് മനസ്സിലാക്കുക. അവദ്ദു, ഞാൻ ഇഷ്ടപ്പെടുന്നു, അൻ അതഅറഫ, മനസ്സിലാക്കാൻ, അലാ മഈശത്തി, ഉപജീവനത്തെക്കുറിച്ച്. ആരുടെ? സുക്കാനിൽ ബാദിയത്തി, ഈ ഗ്രാമത്തിലെ ആളുകളുടെ ഉപജീവനത്തെക്കുറിച്ച് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. വ അർജു അത്തഫാസീല അൻഹ, അതിനെക്കുറിച്ച് വിശദീകരിച്ചാലും. വ അർജു അത്തഫാസീല, തഫാസീൽ മീൻസ് വിശദീകരണം. അൻഹ മീൻസ് അൻ മഈശത്തി സുക്കാനിൽ ബാദിയത്തി, ഈ ഗ്രാമത്തിലെ ആളുകളുടെ ഉപജീവന മാർഗത്തെക്കുറിച്ച്, എങ്ങനെയൊക്കെയാണ് അവർ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു തന്നാലും എന്ന് മുദവ്വിൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറയുകയാണ്, സുക്കാനുൽ ബാദിയത്തി യഅ്തമിദൂന അല സിറാഅത്തി, ഈ ഗ്രാമത്തിലെ ആളുകൾ കൃഷിയുടെ മേലാണ് അവലംബിക്കുന്നത്. സുക്കാനുൽ ബാദിയത്തി, ഈ ഗ്രാമനിവാസികൾ, യഅ്തമിദൂന, അവലംബിക്കുന്നു, അല സിറാഅ, കൃഷിയെ, എന്ന് വെച്ചാൽ കൃഷിയാണ് അവരുടെ ഉപജീവന മാർഗം. തകല്ലം അൻ ദിറാസത്തിൽ അത്ഫാലി ഫിൽ ബാദിയത്തി, ഗ്രാമത്തിലെ അത്ഫാല്, കുട്ടികളുടെ ദിറാസത്ത്, പഠനത്തെക്കുറിച്ച് പറഞ്ഞാലും. കുട്ടികളൊക്കെ എങ്ങനെയാണ് പഠനം, അതൊന്ന് പറയൂ. അദ്ദേഹം പറയുന്നു, നഹ്തമു ബി തഅലീമിൽ അത്ഫാലി, ഞങ്ങൾ
ഞങ്ങൾ കുട്ടികളുടെ പഠനം ശ്രദ്ധിക്കുന്നുണ്ട്. ഹസ്ബൽ മുസ്തത്തായ്, കഴിയുന്ന വിധം. ഹസ്ബൽ മുസ്തത്തായ് മീൻസ് കഴിയുന്നത്ര, ഞങ്ങൾക്ക് കഴിയുന്നതുപോലെ ഞങ്ങൾ കുട്ടികളുടെ പഠനം ശ്രദ്ധിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവർക്കും സ്കൂളിൽ പോകാൻ കഴിയണമെന്നില്ല. സ്കൂളിൽ പോകാൻ പറ്റുന്നവരെയൊക്കെ ഞങ്ങൾ സ്കൂളിൽ പറഞ്ഞേക്കാറുണ്ട്. കൈഫ തൊക്കസുൽ ബാദിയ, ഗ്രാമത്തിലെ തൊക്കസ് കാലാവസ്ഥ എങ്ങനെയാണ്? അത്തൊക്കസ് ഹുന ഹാറുൻ, ഇവിടെയുള്ള കാലാവസ്ഥ ഹാറാണ്, ചൂടുള്ളതാണ്. ഫി സൈഫി, എപ്പോൾ? ചൂടുകാലത്ത്. സൈഫിൽ ഇവിടെ ചൂടുള്ള കാലാവസ്ഥയാണ്. വബാരിദും ഫിഷിത്തായി, തണുപ്പ് കാലത്ത് തണുപ്പുള്ള കാലാവസ്ഥയാണ്. മാഹിയ മവാരിദുൽ മിയാഹി ഫിൽ ബാദിയത്തി, ഗ്രാമത്തിലെ വെള്ള സ്രോതസ്സുകൾ എന്തൊക്കെയാണ്? അഹമുഹ അൽ ആബാർ, അതിൽ പ്രധാനപ്പെട്ട വെള്ള സ്രോതസ്സുകൾ ആബാറാണ്, കിണറുകളാണ്. കിണറുകളിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ വെള്ളമെടുക്കുന്നത്. പക്ഷേ കിണറുകൾ വളരെ കുറവായിരിക്കും, എല്ലാവർക്കും കിണറുകൾ ഉണ്ടാവുകയില്ല. അതാണ് അവിടെയുള്ള പ്രശ്നം. അഷ്കുർക്ക് അല ഹാദൽ ഹിവാരിൽ മുഫീദ്, ഈ ഒരു ഉപകാരപ്രദമായ ഹിവാർ തന്നതിന് താങ്ക്സ്, നന്ദിയുണ്ട്. അഫ്വൻ. ഇനി നസ്തഖ്രിജു മിനൻ നസ്സി ജംഅൽ കലിമാത്തിൽ ആത്തിയ, പാഠഭാഗത്തു നിന്നും താഴെയുള്ള വാക്കുകളുടെ ജംഉകൾ കണ്ടെത്താം. മൻലർ, കാഴ്ച, അതിൻ്റെ ജം എന്താണ്? മനാലിറു. മാ ഉൻ, വെള്ളം, ജംഅ മിയാഹുൻ. അർലുൻ, ഭൂമി, ജംഅ അറാലിൻ. അലിഫ്ലാം ഇട്ടുകൊണ്ട് എഴുതുകയാണെങ്കിൽ അൽ അറാലി. സമക്കുൻ, മത്സ്യം, ജംഅ അസ്മാക്കുൻ. ആദത്തുൻ, ശീലം, പതിവ്, ജംഅ ആദാത്തുൻ. കൂഹുൻ, കുടിൽ, ജംഅ അക്വാഹ്. തിഫ്ലുൻ, കുട്ടി, ജംഅ അത്ഫാലുൻ. വജുഹുൻ, മുഖം, വുജൂഹുൻ. ഹർബുൻ, യുദ്ധം, ഹുറൂബുൻ. ബലദുൻ, രാജ്യം, ബിലാദുൻ. ഫക്കീറുൻ, ദരിദ്രൻ, ഫുഖറാഉ. ഹദിയത്തുൻ, സമ്മാനം, ഹദായ. തഖ്ലീദുൻ, ആചാരം, തഖാലീദു. സാക്കിനുൻ, താമസക്കാരൻ, സുക്കാനുൻ, താമസക്കാർ. ചില വാക്കുകൾക്കൊക്കെ അവസാനത്തെ അക്ഷരത്തിന് തൻവീൻ ചെയ്യാൻ പാടില്ല. അതൊക്കെ അതേ രൂപത്തിൽ തന്നെ പറഞ്ഞ് പരിശീലിക്കണം. നുലാഹിദു തഅലീഖ് അൽ ഹാലത്തി, സ്റ്റാറ്റസ് ക്യാപ്ഷൻസ് നമുക്ക് നിരീക്ഷിക്കാം. അതായത് ഒരു സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് അതിൻ്റെ അടിയിൽ എന്തെങ്കിലും എഴുതും, അല്ലേ, ക്യാപ്ഷൻ എഴുതും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ സ്റ്റാറ്റസ് വെക്കാറുണ്ടല്ലേ, അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്ന ഈ ക്യാപ്ഷൻ, അതാണ് തഅലീഖ്. തഅലീഖുൽ ഹാലത്ത്, ഹാല മീൻസ് സ്റ്റാറ്റസ്. സ്റ്റാറ്റസിൻ്റെ തഅലീഖ് ക്യാപ്ഷൻസ് നമുക്ക് നിരീക്ഷിക്കാം. ലിൽ മുദവ്വിനി, ആ വ്ളോഗറുടെ. വനുഇദ്ദു തഅലീഖാത്തിൻ മുനാസിബത്തൻ ലിൽ ഹാലത്തി താലിയ, എന്നിട്ട് താഴെയുള്ള കുറച്ച് സ്റ്റാറ്റസുകൾ കൂടെ ഉണ്ട്. അതിനുള്ള തഅലീഖാത്ത്, കമൻറ്റുകൾ നമുക്ക് എഴുതാം. ഓക്കെ, ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്താണ്? അസ്നാ മുഹിമ്മത്തിൻ ജദീദത്തിൻ, പുതിയ ദൗത്യത്തിനിടെ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പുതിയൊരു ദൗത്യം അദ്ദേഹം തുടങ്ങുകയാണ് അല്ലേ, അതുകൊണ്ടാണ് അസ്നാ മുഹിമ്മത്തിൻ ജദീദത്തിൻ, പുതിയ ദൗത്യത്തിനിടെ എന്ന് എഴുതിക്കൊണ്ട് ഈ ചിത്രം വെച്ചത്. ഇനി ഇവിടെ വേറൊരു ചിത്രമുണ്ട് അല്ലേ, ഇതെന്താണ്? കുത്തുബ് മിനാറാണല്ലേ. അപ്പോൾ എന്തെഴുതാം? ഇന്ദ മനാറത്തി കുത്തുബ്, കുത്തുബ് മിനാറിനരികെ. ഓക്കെ, പിന്നെ ഇവിടെ ഒരു താജ്മഹൽ, അപ്പോൾ അമാമ താജ്മഹൽ, താജ്മഹലിന് മുമ്പിൽ. ഇവിടെ എന്താണ്? ഇതെന്താണ്? ചെങ്കോട്ടയാണല്ലേ. അൽ ഖൽഅത്തുൽ ഹംറ, അമാം അൽ ഖൽഅത്തുൽ ഹംറ, ചെങ്കോട്ടയ്ക്ക് മുമ്പിൽ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കമൻറ്റുകളായിട്ട് എഴുതുക. ഓക്കെ, അടുത്ത പാഠം അടുത്ത വീഡിയോയിൽ പറയാം.